ഇത് കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞ ഒരു ഇൻക്യുബേറ്ററാണ്. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നു എന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിലുള്ള ഈ എയർ ഹോളുകളെല്ലാം ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാ ഹോളും ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഫ്യൂമിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പൊട്ടാസ്യം പെർമാംഗനേറ്റാണ് ഒരു സാധനം. നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. അതൊരു ചെറിയ പാത്രത്തിൽ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ആവശ്യമുള്ള രണ്ടാമത്തെ ഫോർമാലിനാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനുള്ളിലിട്ട് അല്പം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിലിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്ക് ഫോർമാലിൻ ഒഴിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പുകയുണ്ടാകുന്നതെല്ലാം ഉടൻ തന്നെ പുറത്തു പോകും. പുക മാക്സിമം ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കണം. വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും കണ്ടു കാണും. ഇതിൻ്റെ അകത്ത് മുഴുവൻ പുകയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സാധാരണ ഒരു 24 മണിക്കൂറെങ്കിലും ഇനി ഇതിനെ ഇങ്ങനെ നല്ല രീതിയിൽ അടച്ചു വച്ചേക്കും. അതിനുശേഷം എടുത്തതിന് ശേഷം ഒന്നുകൂടെ കഴുകി ഉണക്കിയിട്ട് അടുത്ത് മുട്ട വച്ച് കൊടുക്കും. ഈ രീതിയിലാണ് ഞാൻ ഇൻക്യുബേറ്റർ ക്ലീൻ ചെയ്യുന്നത്.